ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും രജി സത്യ ബി ബ്ലോഗ് ചാനലിലേക്ക് സ്വാഗതം. എന്നൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. എന്നോട് പലരും ചോദിക്കാറുണ്ട് നിങ്ങളുടെ തമിഴ്നാട്ടിൽ വെള്ളത്തിന് ക്ഷാമമുണ്ടോ എന്ന്. അപ്പോൾ അതിനെപ്പറ്റിയൊരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഞാൻ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് പറയാമെന്ന് വിചാരിച്ചു. നമ്മൾ കുഴുത്തറ എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ ഈ സ്ഥലം ഫുൾ തമിഴ്നാടല്ല, തമിഴ്നാട് ആരംഭമാണ്. നമ്മുടെ പാറശാല വരെ കേരളമാണ്. കേരള ബോർഡർ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത സ്റ്റോപ്പാണ് ഞങ്ങളുടെ കുഴുത്തുറ. അപ്പം നമുക്കും കേരളത്തെ പോലെ തന്നെയാണ് കേട്ടോ. അവിടെ നമ്മൾ റെയിൽവേ സ്റ്റേഷനൊക്കെ മലയാളം തന്നെയാണ് സംസാരിക്കുന്നത്. ഞങ്ങളുടെ ഉള്ള ഏരിയയിലോട്ടൊക്കെ തമിഴാണ് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ഇത് പഞ്ചായത്ത് പൈപ്പാണ്. അപ്പം ഞങ്ങൾ വീടിനോട് ചേർന്ന് തന്നെ പഞ്ചായത്ത് പൈപ്പുണ്ട്. അപ്പം നമ്മളവിടെ കണ്ട ആ മോട്ടറിൽ വെള്ളം ഇട്ടിട്ട് ആ ടാങ്ക് നിറയുന്ന വെള്ളം തീരുന്ന വരെ നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാം. തീരുമ്പോൾ വീണ്ടും പോയി ആ മോട്ടർ ഓൺ ചെയ്യണം. പിന്നെ ഓസ് വഴി നമുക്ക് വീട്ടിലേക്ക് ഉപയോഗിക്കാം. അപ്പം നമുക്ക് വെള്ളത്തിന് ക്ഷാമമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരുപാട് പേര് ചോദിച്ചു, നമ്മുടെ തമിഴ്നാട്ടിൽ ഇങ്ങനെ വെള്ളത്തിന് ക്ഷാമമുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് എങ്ങനെ വെള്ളം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ഞങ്ങളുടെ പഴയ ഓസാണ് കേട്ടോ. ഇത് നല്ലവണ്ണം പൊട്ടിപ്പോയി. അപ്പോൾ ഒരുപാട് കണക്ടർ ഞങ്ങളിതിൽ മേടിച്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും വെള്ളത്തിന് നല്ല ചോർച്ചയാണ്. പിന്നെ കവറൊക്കെ ഇട്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ചോരുന്നിടത്ത് എല്ലാം നിറയെ കണക്ടർ മേടിച്ചു. പിന്നെ ഞങ്ങൾക്ക് തന്നെ ഒരു റോഡൊക്കെ ഫുള്ളും വെള്ളമായിട്ട് നാശമായിട്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ വേറെ പുതിയ ഓസ് മേടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പുതിയൊരു ഓസ് മേടിച്ചു. അപ്പോൾ ആ ഓസാണ് ഈ പച്ച ഓസ് കേട്ടോ. അപ്പം നമ്മൾ പഞ്ചായത്ത് പൈപ്പിൽ വെള്ളം ഇടുന്ന ആ വെള്ളം ഈ ഡ്രിമ്മിൽ പിടിച്ച് വെച്ചിട്ട് ഞാൻ കുളിക്കാനും കഴുകാനൊക്കെ അത് ഉപയോഗിക്കും. പിന്നെ കുടിക്കാനായിട്ട് പൈപ്പിൽ നിന്ന് എടുക്കും കേട്ടോ. അഥവാ പഞ്ചായത്ത് പൈപ്പ് മോട്ടർ കംപ്ലൈൻ്റ് ആവാൻ മാത്രമല്ല ഞങ്ങൾക്ക് വെള്ളത്തിനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുന്നത്. അപ്പം നമ്മൾ താഴെ കുളമൊക്കെ ഉണ്ട്, അവിടെയൊക്കെ പോയി വെള്ളമൊക്കെ എടുക്കാറുണ്ട്. കുടിക്കാൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് എടുക്കാറുണ്ട് എന്നെ മോനെ. അപ്പം നമ്മൾ വീട്ടിലേക്ക് ഓസ് മേടിക്കുമ്പോൾ ചെറിയൊരു വീഡിയോയും കൂടെയാണിത് കേട്ടോ. അപ്പം ഞങ്ങൾ കരിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഓസ് മേടിക്കാൻ പോകുന്നത്. കുറേ നാളത്തെ ആഗ്രഹമാണ് പുതിയൊരു ഓസ് മേടിക്കണം എന്നുള്ളത്. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് സാധിച്ചത്. നമ്മളിതിന് വില കൂടിയാലും നല്ല ക്വാളിറ്റിയുള്ള ഓസ് മേടിക്കാനായിട്ടാണ് പോയത്. അപ്പോൾ നല്ല കളറും നല്ല ക്വാളിറ്റിയുള്ള പലതരത്തിലുള്ള ഓസുകൾ ആ കടയിലുണ്ടായിരുന്നു. ഇത്തിരി വില കൂടിയാലും നല്ല ക്വാളിറ്റിയുള്ള ഓസ് മേടിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഓസൊക്കെ സെലക്ട് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടത് ഈ റോസ് കളറിലെ ഓസാണ്. അപ്പോൾ ഞങ്ങളത് സെലക്ട് ചെയ്തു എടുത്ത് വില ചോദിച്ചപ്പോൾ അതിന് റേറ്റ് ഇച്ചിരി കുറവാണ് കേട്ടോ. അപ്പം നമ്മൾ അതിൽ നിന്ന് ഇത്തിരി കൂടിയ ഓസ് നോക്കിയിട്ട് ആ ഗ്രീൻ കളർ ഓസ് ഇത്തിരി റേറ്റ് കൂടുതലാണ്. അപ്പം നമ്മൾ വിചാരിച്ചു ഇനി അത് എടുക്കാമെന്ന്. അങ്ങനെ പിന്നെ ആ ഗ്രീൻ കളർ ഓസാണ് നമ്മൾ എടുത്തത് കേട്ടോ. ഇനി ഒരുപാട് നാൾ ഉപയോഗിക്കേണ്ടതല്ലേ, അതുകൊണ്ടാണ് വില കൂടിയ ഓസ് എടുത്തത്. അപ്പോൾ നല്ല ഓസായിരുന്നു, നല്ല നീളമൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ആ ഓസ് സെലക്ട് ചെയ്ത് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമുക്ക് കുട ശരിയാക്കണമായിരുന്നു. അങ്ങനെ ഒരു കുട ശരിയാക്കാൻ ഒരു കൊച്ചു കടയിൽ കയറി കേട്ടോ. അപ്പോൾ അതൊരു കുഞ്ഞ് കുട നിൽക്കുന്ന കടയായിരുന്നു. കുട നല്ല കുടയാണ്, ഒരു കമ്പി മാത്രമേ ഒടിഞ്ഞുള്ളൂ. അങ്ങനെ ഞങ്ങൾ ആ കമ്പി കെട്ടിക്കാനായിട്ടാണ് കയറിയത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്ത് വന്നിട്ട് ഒരു ഹോട്ടലിൽ കയറിയിട്ട്, ഹോട്ടലും ബേക്കറിയോട് ചേർന്നിട്ടുള്ള കടയാണ്. ഞങ്ങൾ ഫുഡ് കഴിക്കാനൊന്നുമല്ല, ഒരു ചായ കുടിക്കാനായിട്ടാണ് കയറിയത്. നല്ല തിരക്കുള്ള കടയാണ് കേട്ടോ. നല്ല ആ സിറ്റിയിലെ ഏറ്റവും വലിയൊരു കടയാണത്. അപ്പോൾ ഞങ്ങൾ ചായയും മുട്ട പപ്സും ഓർഡർ ചെയ്തു കേട്ടോ. പിന്നെ ചായയും മുട്ട പപ്സും കഴിച്ചിട്ട് ഞങ്ങൾ ആ കടയിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് നമ്മൾ അടുത്തുള്ള വേറൊരു ബേക്കറി കടയിൽ കയറി കേട്ടോ. അപ്പോൾ ആ കടയിലാണെങ്കിൽ നമ്മൾ പലഹാരമൊക്കെ അപ്പോഴപ്പോഴേ ഇട്ട് കൊടുക്കുന്ന പലഹാരങ്ങളാണ്. ചിപ്സൊക്കെ ആണെങ്കിൽ നല്ല ചൂടോടെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പം ഞങ്ങൾ ചായക്കുള്ള സ്നാക്സൊക്കെ മേടിക്കുന്നത് സ്ഥിരം ഈ കടയിൽ നിന്നാണ്. അപ്പോൾ അബിക്കുട്ടൻ അവിടെ കയറിയപ്പോൾ കേക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പം ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കപ്പ് കേക്ക് അവന് മേടിച്ച് കൊടുത്തു. കുറച്ച് ചിപ്സ് വീട്ടിലേക്ക് മേടിച്ചു. പിന്നെ അബിക്കുട്ടന് കുറച്ച് ചോക്ലേറ്റ് മേടിച്ചിട്ട് ഞങ്ങൾ ആ കടയിൽ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ നേരെ പോയത് നമ്മളൊരു പെട്രോൾ പമ്പിലേക്കാണ്. അപ്പോൾ ബൈക്കിലേക്ക് നമ്മൾ എണ്ണ അടിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് യാത്രയാവാൻ പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു അമ്പലത്തിൽ ഉത്സവമാണ് കേട്ടോ. അപ്പോൾ റോഡ് നിറയെ നല്ല ലൈറ്റും കാര്യമൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് രാത്രി യാത്ര വളരെ ഇഷ്ടമാണ്. അപ്പോൾ ലൈറ്റും കാര്യമൊക്കെ അപ്പോൾ അതിനൊക്കെ നല്ല ഇഷ്ടമായി. അങ്ങനെ വീട്ടിൽ വന്നിട്ട് അബിക്കുട്ടന് കപ്പ് കേക്ക് എടുത്ത് കൊടുത്തു. അപ്പോൾ 50 രൂപയാണ് കപ്പ് കേക്കിന്. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഇതിൽ. അപ്പോൾ അബിക്കുട്ടന് സന്തോഷമാണില്ല, അവന് വലിയ ഇഷ്ടമാണ് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കപ്പ് കേക്ക്. അപ്പോൾ അവന് പകുതി കൊടുത്തിട്ട് ബാക്കി പകുതി ഞാനും കഴിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം രജി. താങ്ക് യു. ടാറ്റാ.